നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസമാണ്. ഓരോ വാർത്തകളും വിശദമായി തന്നെ പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകരെ, നമ്മൾ ഫോക്കസിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് 18 ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉയർന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നതാണ്. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയുണ്ട വീഴും എന്ന BJP വക്താവ് പ്രിൻഡു മഹാദേവിന്റെ പ്രസ്താവന കോൺഗ്രസിനെ വലിയ പ്രതിഷേധത്തിലേക്ക് നയിച്ചിരുന്നു. അത് രാജ്യവ്യാപകമായി തന്നെ ഉയർത്തുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉയരുകയും ചെയ്തതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് BJP നേതൃത്വത്തിന്റെ നിലപാട് എന്നതാണ് നമ്മൾ കാത്തിരുന്നത്. ഈ വിവാദമുണ്ടായി ഇത്രയും ദിവസമായതിനു ശേഷവും ഒരു BJP നേതൃത്വത്തിന്റെ പ്രതികരണവും ഈ വിഷയത്തിൽ ഉണ്ടായില്ല. വി മുരളീധരന്റെ പ്രതികരണം മാത്രമാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി ഈ വിഷയത്തിൽ ഉണ്ടായത്. ഇന്നിപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ അതിൽ എന്താണ് BJPയുടെ നിലപാട് എന്നത് വ്യക്തമാക്കിയിരിക്കുകയാണ്. ആ പ്രസ്താവനയോട് യോജിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. പ്രിൻഡു മഹാദേവിനെ തള്ളിയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നത്. പ്രിൻഡുവിന്റെ പ്രസ്താവനയോട് യോജിക്കുന്നില്ല, വ്യക്തിപരമായ വൈരാഗ്യം പാർട്ടിയുടെ നിലപാടല്ല എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചത്. വക്താവിനെ തന്നെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പാർട്ടി പിന്തുണയില്ലെന്ന പ്രിൻഡു മഹാദേവിന്റെ പരാതി സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായിരുന്നു. അതിന്റെ ചില ചാറ്റുകളും സ്ക്രീൻഷോട്ടുകളും ഒക്കെ പുറത്തു വന്നതാണ്. അതിനെക്കുറിച്ച് അറിയില്ല എന്നും അദ്ദേഹം പറയുകയാണ്. അപ്പോൾ എന്താണ് ഇതിനകത്ത് BJP നേതൃത്വത്തിന്റെ നിലപാട് എന്നത് ഇന്ന് സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണത്തിലൂടെ രംഗത്ത് വ്യക്തമാകുന്നതാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം, അങ്ങേയറ്റം കൊലവിളി പ്രസംഗമാണ് ഒരു ചാനൽ ചർച്ചയിലൂടെ BJP വക്താവ് നടത്തിയത്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചും ഒരു വ്യക്തിയെ സംബന്ധിച്ചും അതിനെ പിന്തുണയ്ക്കുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ അതിനകത്ത് എന്താണ് BJPയുടെ നിലപാട് എന്നത് വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. പാർട്ടി മിന്നാന്ന് രാത്രി തന്നെ പറഞ്ഞു, അത് ഞങ്ങൾ കാണുന്നത് ശരിയായിട്ട് കാണുന്നില്ല. ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ശത്രുത ആരെതിരെയില്ല. ഞങ്ങളുടെ ഐഡിയോളജിക്കൽ ബാറ്റിലാണ്, ഞങ്ങളുടെ ഡെവലപ്മെന്റ് ബാറ്റിലാണ്. ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് വികസനം. ഞങ്ങൾ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസിനെ കുറിച്ച് പറയുന്നു. ഞങ്ങൾക്ക് ആരെതിരെ പേഴ്സണൽ എനിമിറ്റിന്റെ രാഷ്ട്രീയം ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ഒരു വക്താവ് ഒരു പാഷൻ, ഇമോഷൻ, കുറച്ച് ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞു. അത് പാർട്ടി ശരിയല്ല എന്ന് അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് സമ്മതിച്ചിട്ടുണ്ട്. പ്രത്യയശാസ്ത്രപരമായി രാഹുൽ ഗാന്ധിയെ നേരിടാൻ കഴിയാത്തതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഭീഷണികൾ ഉയരുന്നത് എന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ആ ഒരു കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള മറുപടിയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ നൽകുന്നത്. ഈ സാഹചര്യത്തിൽ പ്രിൻഡു മഹാദേവിനെ പൂർണ്ണമായും തള്ളിയിരിക്കുന്നു പാർട്ടി എന്ന് തന്നെ നമുക്ക് പറയാം. സാഹചര്യം ഇതാണ്. കഴിഞ്ഞ ദിവസം പ്രിൻഡു മഹാദേവ് പോലീസിൽ കീഴടങ്ങിയിരുന്നു. അതിനുശേഷം കോടതിയിൽ പ്രിൻഡു മഹാദേവിനെ ഹാജരാക്കുകയും ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തിരുന്നു. പ്രിൻഡു മഹാദേവിനെ തേടി BJP നേതാക്കളുടെ വീടുകളിൽ പോലീസ് എത്തിയിരുന്നു. അത് ചില പ്രതികരണങ്ങൾക്കൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും ഗുരുതരമായ ഒരു പിഴവാണ് പ്രിൻഡു മഹാദേവിന്റെ കാര്യത്തിൽ ഉണ്ടായത് എന്നത് നമുക്ക് നിസ്സംശയം തന്നെ പറയാം. അത് പാർട്ടി നേതൃത്വത്തിന് ബോധ്യമുണ്ട്. പരസ്യമായി ഒരാൾക്ക് പോലും അനുകൂലിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പരാമർശമാണ് ഉണ്ടായത്, ഭീഷണിയാണ് ഉണ്ടായത് എന്നത്. എന്നാൽ പോലീസിന് മുന്നിൽ കീഴടങ്ങി അതിനുശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങുമ്പോൾ എന്താണ് പ്രിൻഡു മഹാദേവ് പറയുന്നത് എന്നത് പ്രേക്ഷകർ ശ്രദ്ധയോടുകൂടി കേൾക്കണം. അതിൽ അവതാരികയും കൃത്യമായിട്ട് ഇത് ബോധപൂർവം ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനും സമൂഹത്തിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കലി എൻ്റെ ഒരു രാഷ്ട്രീയ കരിയറിനെ അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഞാനൊരു ഭീകരവാദിയോ അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റോ അല്ലെങ്കിൽ ഒരു വെടിയുണ്ടകളൊക്കെ എടുത്തിട്ട് ഒരു ഗോഡ്സേഡ് അനുയായി എങ്ങനെയാണ് പലപ്പോഴും വരച്ചത്. ഞാൻ അങ്ങനെ ഒരു ആളുമല്ല. ഞാനൊരു സ്കൂളിലെ അധ്യാപകനാണ്. ഒരു 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ അധ്യാപകനാണ്. അവിടെ 60% ഇതര പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകൾ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെയുള്ള എന്നെ ബോധപൂർവം ഒരു കൊലയാളിയായിട്ടൊക്കെ ചിത്രീകരിക്കാൻ വന്നത് എനിക്കുണ്ടാക്കിയ മാനസിക വിഷമം വളരെ വലുതാണ്. എൻ്റെ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എൻ്റെ വീടുകളിൽ കയറി നരവേട്ട നടത്തി. എൻ്റെ പൊതുസമൂഹത്തിൽ വളരെ രീതിയിൽ തേജോവധം ചെയ്യാനുള്ള പല ശ്രമങ്ങളും ഉണ്ടായി. എൻ്റെ പ്രതികരണങ്ങളിൽ വൈകാരികമായിട്ട് ഇപ്പോൾ രാജ്യത്തെ സംബന്ധിച്ച ചില വിഷയങ്ങളിൽ എനിക്ക് ചില കാര്യങ്ങളിൽ വൈകാരികമാണ്. എൻ്റെ രാജ്യത്തിനെതിരെ നടക്കുന്ന കലാപങ്ങളിൽ ഞാൻ വൈകാരികമായിട്ടാണ് പലപ്പോഴും പ്രതികരിക്കാറ്. ആ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളിൽ ഞാൻ ചില പക്വത കാണിക്കേണ്ടതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അത് പാലിക്കാൻ ഞാൻ തയ്യാറാണ്. അത് സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. അതിനപ്പുറത്തേക്ക് സത്യം എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടാകണം.
ഞാനൊരു കൊലയാളിയുമല്ല, ഞാനും ആരുടെയും വധിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല. തെറ്റായ പ്രചരണം നടത്തിയ ആളുകളെ സ്വാഭാവികമായിട്ട് അവർക്കെതിരെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. എന്താണ് സംഭവിച്ചതെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് എനിക്ക് ബാധ്യതയുണ്ട്. പലപ്പോഴും പല ആളുകളും ആ വീഡിയോ പോലും കാണാതെയാണ് പല പ്രതികരണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ പാർട്ടി നേതൃത്വം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അങ്ങനെ പോലീസിൽ കീഴടങ്ങി. അതിനുശേഷം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് പ്രിന്റു മഹാദേവിന്റെ ഈ മെഴുകൾ കേൾക്കുന്നത്. ചാനൽ അവതാരകയായ ഞാൻ അജണ്ട സെറ്റ് ചെയ്ത് ഗൂഢാലോചന നടത്തി എന്തോ നിർമ്മിച്ചെടുത്ത വീഡിയോയാണ് പ്രിന്റു മഹാദേവിന്റെ. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴും എന്ന പരാമർശം എന്നതാണ് പ്രിന്റു മഹാദേവ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. അതിലെങ്ങനെ ഗൂഢാലോചന, എന്ത് ഗൂഢാലോചന എന്നത് മനസ്സിലാകുന്നില്ല. ഈ സംഭവം നടന്നതിന് ശേഷം കോൺഗ്രസ് ഇത് വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. 2-3 തവണ ഇത് ഞങ്ങളുടെ ചാനലിൽ തന്നെ ഇത് ചർച്ചയാകുന്നു. ന്യൂസ് 18 പുറത്തു വന്ന ഒരു വാർത്തയാണ്. അത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം എല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് ആ വിഷയത്തെ ഓരോ സമയത്തും ന്യൂസ് 18 സമീപിച്ചിരുന്നത്. അങ്ങനെ ആ വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ എന്താണ് പ്രിന്റു മഹാദേവ് എന്ന വ്യക്തിക്ക് പറയാനുള്ളത് എന്നത് ഓരോ ഘട്ടത്തിലും ആരാഞ്ഞിരുന്നതാണ്. ചാനൽ ചർച്ചകൾ നടക്കുമ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉറപ്പുവരുത്താൻ വിളിച്ചിരുന്നതാണ്. പക്ഷേ ഫോൺ എടുക്കുകയോ പ്രതികരിക്കുകയോ ചെയ്തില്ല. BJP നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഇത്തരം അസംബന്ധം അല്ലെങ്കിൽ ഇത്തരം ഭീഷണി, കൊലവിളി ഒരു ചാനൽ ചർച്ചയിലൂടെ ഏത് വൈകാരിക സാഹചര്യത്തിലായാലും പുറത്തുവിടുന്നു എന്നത് ഒരു ഔദ്യോഗിക പാനലിൽ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്ന വ്യക്തിയുടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ന്യായീകരണമല്ല. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നതാണ് പാർട്ടി തന്നെ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതിനുശേഷവും അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു അധ്യാപകൻ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി ആ കൊലവിളി പ്രസംഗത്തെ ന്യായീകരിക്കുന്നത്. എന്താണ് അന്ന് ചാനൽ ചർച്ചയിൽ നടന്നത് എന്നത് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി കാണാം. ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ പോലെ അവിടെ ജനങ്ങൾ കൂടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടെ ജനങ്ങളൊപ്പം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മോഹവുമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വരെ വെടിയുണ്ട വീഴും. ഒരു സംശയവും വേണ്ട. നിങ്ങൾ അതെങ്ങനെ മനസ്സിലാക്കേണ്ട. അങ്ങനെ MC കലാപം ഒരു ചുക്കും ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിക്കില്ല. അതിനെ അടിച്ചമർത്തി ലഡാക്ക് കലാപവുമായി ബന്ധപ്പെട്ട 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ചർച്ചയുടെ അവസാന ഭാഗത്താണ് ഈ ഗുരുതരമായ പരാമർശം, ഭീഷണി പ്രിന്റു മഹാദേവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സ്വാഭാവികമായും സമയപരിമിതി ഉണ്ടായിരുന്നു. ആ മോശം പരാമർശം പ്രിന്റു മഹാദേവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിൽ പ്രതികരിക്കാൻ ഞാൻ തയ്യാറെടുക്കുമ്പോൾ കോൺഗ്രസ് പ്രതിനിധി അതിൽ വളരെ അഗ്രസീവായി പ്രതികരിക്കുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പക്ഷേ മ്യൂട്ടായിരുന്നു. ഞാൻ എന്റെ അവസരം പരിമിതപ്പെടുത്തി, സമയപരിമിതി കൊണ്ട് പരിമിതപ്പെടുത്തി അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള അവസരം നൽകുകയാണ് ആദ്യം ചെയ്തത്. അദ്ദേഹം അതിൽ ശക്തമായി തന്നെ പ്രതികരിക്കുന്നു. അതിനുശേഷം ഒരു അവതാരക എന്ന ഞാൻ എന്താണ് ചെയ്തത് എന്ന് പ്രേക്ഷകർക്ക് കാണാം. വളരെ ചുരുങ്ങിയ സമയമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞാൻ പ്രിന്റു മഹാദേവിനോട് ആവശ്യപ്പെടുന്നത് എന്താണ് എന്ന് പ്രേക്ഷകർക്ക് കാണാം. പ്രിന്റു, താങ്കൾ ആ പ്രസ്താവന പിൻവലിക്കുന്നുണ്ടോ? പ്രിന്റു, താങ്കൾ ആ പ്രസ്താവന പിൻവലിക്കുന്നുണ്ടോ? നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞ പ്രസ്താവന താങ്കൾ പിൻവലിക്കുന്നുണ്ടോ? ഞാൻ കലാപമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ആർക്കെങ്കിലും രാജ്യത്തിനെതിരെ കലാപം നടത്തി കഴിഞ്ഞാൽ വെടിയുണ്ടവരും എന്തെങ്കിലും തരത്തിൽ രാജ്യത്തിനെതിരെ രാഹുൽ ഗാന്ധി കലാപം നടത്താൻ ശ്രമിച്ചതിന്റെ തെളിവുണ്ടോ പ്രിന്റു നിങ്ങളുടെ കയ്യിൽ? ഇതാണ് സംഭവിച്ചത്. സമയമില്ല. നിങ്ങൾ ഈ പരാമർശത്തിൽ ഇത്രയധികം തെറ്റുകളുണ്ട്, നിങ്ങൾ ഇത് പിൻവലിക്കുന്നുണ്ടോ എന്നത് ആവർത്തിച്ച് ചോദിച്ചതാണ്. ഏതെങ്കിലും തരത്തിലൊരു നാക്കുപിഴ സംഭവിച്ചതാണ് എങ്കിൽ, വൈകാരികമായി പ്രതികരിച്ചതാണെങ്കിൽ അത് തിരുത്താനുള്ള ഒരു അവസരം ആ ചർച്ചയിൽ തന്നെ ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം തിരുത്തുന്നില്ല എന്ന് മാത്രവുമല്ല, ആ ഗൗരവമുള്ള ഭീഷണി, കൊലവിളി ആവർത്തിക്കുന്നതാണ് കണ്ടത്. അത് പ്രേക്ഷകർക്കും വ്യക്തമായിരിക്കാം. അങ്ങനെ ആവർത്തിച്ച് ആ കൊലവിളി പ്രസംഗം നടത്തിയ വ്യക്തിയാണ് പാർട്ടിയുടെ പോലും പിന്തുണയില്ലാതെ ആ സംഭവത്തിൽ കീഴടങ്ങിയതിനു ശേഷം ജാമ്യമെടുത്തു വന്ന് അവതാരക
ഇതിൽ അജണ്ട സെറ്റ് ചെയ്ത് എന്തോ ഗൂഢാലോചന നടത്തി എന്ന ആരോപണം ഉന്നയിക്കുന്നത്. എത്രമാത്രം വിചിത്രമാണ് ആ വാദം, എത്രമാത്രം പരിഹാസ്യമാണ് ആ വാദം എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ നമുക്ക് പറയാനുള്ളൂ. എന്ത് നടപടിയും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാം, അതിനുള്ള അവകാശം പ്രിന്റു മഹാദേവ് എന്ന വ്യക്തിക്കുണ്ട്. ഏത് നിയമപരമായ മാർഗത്തിലൂടെയും പോകാം. ഞങ്ങളെ സംബന്ധിച്ച് ഒന്നും ഭയക്കാനില്ല. ചർച്ചയിൽ എന്താണ് സംഭവിച്ചത് എന്നത് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഒന്നും ഒളിക്കാനും മറയ്ക്കാനും ഇല്ല എന്നത് വ്യക്തമാക്കിക്കോട്ടെ. എന്തായാലും ഇതിൽ ഇപ്പോൾ പോലും ഒരു തിരുത്തിന് പ്രിന്റു മഹാദേവ് തയ്യാറായിട്ടില്ല എന്നതാണ് വളരെ ഗൗരവമായിട്ടുള്ള കാര്യം. നമ്മുടെ ഭരണഘടനയെ, നീതിന്യായ സംവിധാനത്തെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു കൊലവിളി പ്രസംഗമാണ്. ഔദ്യോഗികമായ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ടാണ് പ്രിന്റു മഹാദേവ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഈ പ്രസ്താവന തിരുത്താത്ത പ്രിന്റു മഹാദേവിനെതിരെ നടപടി ഉണ്ടാകുമോ? പാർട്ടിയുടെ തന്നെ നിലപാട് തള്ളി പറഞ്ഞിട്ടും ഒരു തരത്തിലും അതിൽ ക്ഷമ ചോദിക്കാത്ത, തിരുത്താൻ തയ്യാറാകാത്ത പ്രിന്റു മഹാദേവ് ആ സ്ഥാനത്ത് തന്നെ തുടരുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്നതാണ്. ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി കൂടി മാറിയ സംഭവമാണ്. അതിൽ പല പ്രതികരണങ്ങളും വന്നുകൊണ്ടും ഇരിക്കുകയാണ്. ഇത് സഭയിൽ ഉൾപ്പെടെ നിയമസഭയിൽ 2 തവണയാണ് ഈ വിഷയം പരാമർശിക്കപ്പെട്ടത്. അടിയന്തര പ്രമേയമായി വിഷയം വന്നപ്പോൾ അത് ചർച്ചയ്ക്കെടുക്കാൻ സർക്കാർ തയ്യാറായില്ല. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ വിവാദം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ നടപടികൾ വൈകിപ്പിച്ചു എന്ന ഒരു ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നയിച്ചിരുന്നതാണ്. അതിൽ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ പ്രതികരണം വൈകി എന്നത് ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രി പി രാജീവ് ഇത് ചർച്ചയ്ക്കെടുക്കേണ്ടതില്ല എന്ന ഒരു കാര്യത്തിൽ ന്യായീകരണമായി ചൂണ്ടിക്കാട്ടിയത്. അതിൽ ഇന്ന് വി ഡി സതീശൻ ഒന്നുകൂടി അതിൽ വിശദീകരണവുമായി എത്തുകയാണ്. മന്ത്രിമാർ പറഞ്ഞത് അബദ്ധം എന്നതാണ് പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. മന്ത്രി എം പി രാജേഷ് വന്നു പറഞ്ഞു കേസ് കൊടുത്തത് 29-ാം തീയതിയാണ്. 12 മണിക്ക് കൊടുത്തു, 1:45 കേസ് എടുത്തു. എൻ്റെ കയ്യിൽ കേസിന്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. 26-ാം തീയതി സംഭവം നടന്നു. 27-ാം തീയതി ആലപ്പുഴ DCC സെക്രട്ടറി ബിപിൻ മാമൻ പരാതി കൊടുത്തു. 28-ന് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രാൺകുമാർ പരാതി കൊടുത്തു. അന്നേ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി വസന്ത് തെങ്ങുമുള്ളയുടെ പരാതി. അടുത്ത ദിവസം തൃശ്ശൂരിൽ KPCC സെക്രട്ടറി CC ശ്രീകുമാർ പരാതി കൊടുത്തു. എന്നിട്ട് 29-ാം തീയതി പരാതി കിട്ടിയിട്ടുള്ളത് ഒരു മന്ത്രി വന്ന് പറയുന്നത് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്? വെറുതെ പറയുകയാണ് ഇവര്. ഇവർ രണ്ടുപേരും അബദ്ധമാണ് പറഞ്ഞത്. അപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്തരം ഒരു പരാമർശം നടത്തിയാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ കോൺഗ്രസ് മിണ്ടാതിരിക്കുമെന്നാണോ പ്രിന്റു മഹാദേവ് ഉൾപ്പെടെയുള്ളവർ കരുതിയത് എന്ന് നമുക്കറിയില്ല. എന്തായാലും പരാതി ഉൾപ്പെടെ നൽകിയ സമയം ചൂണ്ടിക്കാട്ടിയാണ് വി ഡി സതീശൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ഈ വിഷയത്തിൽ ഇന്ന് ഉണ്ടായ മറ്റൊരു പ്രതികരണം മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെതാണ്. അത് ആരെയും വെടിവെച്ച് കൊല്ലുമെന്ന ഒരു പരാമർശം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്നതാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത്. അതിൽ കോൺഗ്രസിനൊരു കുത്തുണ്ട്. കാരണം മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരം ഭീഷണികൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് എന്താണ് എന്നൊരു ചോദ്യം കൂടി റിയാസ് ചോദിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ ചാനൽ ചർച്ചയിൽ വെടിവെക്കണമെന്ന് ഒരു വ്യക്തി പറഞ്ഞു എന്നുള്ളതാണ്. അതിൽ നമ്മളൊക്കെ പ്രതിഷേധിക്കുന്നു. രാഹുൽ ഗാന്ധിയെ മാത്രമല്ല, ഒരാളെയും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി വധഭീഷണി മുഴക്കുന്ന നിലപാടിനോട് CPM-ന് യോജിപ്പില്ല. ഇത് നമ്മൾ വ്യക്തമാക്കിയതുമാണ്. എന്നാൽ അതൊരു അടിയന്തര പ്രമേയമാക്കി കൊണ്ടുവന്ന് ഒരു വലിയ വിഷയമാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, UDF പൊതുവെ നിയമസഭക്കകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കണം, കേരളത്തിന്റെ മുഖ്യമന്ത്രി മധ്യപ്രദേശിൽ അറിയപ്പെടുന്ന RSSന്റെ നേതാവ് തലവെട്ടിയാൽ ഇനാം പ്രഖ്യാപിച്ചൊരു കാലമുണ്ടായിരുന്നു, ഒരു 3-4 വർഷം മുമ്പ്. നിങ്ങൾ ഓർക്കുന്നില്ല? കേരളത്തിൽ ഏതെങ്കിലും കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ഇതിനെ അപലപിച്ചു, ഇത് തെറ്റാണെന്ന് പറഞ്ഞു? പറയുന്ന സമീപനം ഉണ്ടായിട്ടില്ല. അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് ഈ വിഷയത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിന് പറയാനുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, നിയമ നടപടികൾ തുടരും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഇത് ഒരു തെറ്റാണ് എന്ന ബോധ്യമാണ് ആദ്യം ഉണ്ടാകേണ്ടത്. അത് തിരുത്താനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്. ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ, പ്രത്യേകിച്ച് കേരളം എന്നൊരു നാട്ടിൽ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയാൽ അത് വിലപ്പോവില്ല എന്നത് ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ, അതിനെ ന്യായീകരിക്കുക സാധ്യമല്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ എങ്കിലുമാകും പാർട്ടി ആ ഒരു നിലപാടെടുക്കുകയും അത് ആ വ്യക്തിയെ തങ്ങളുടെ വക്താവിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ അതിന്റെ അധ്യക്ഷൻ തന്നെ തയ്യാറെടുക്കുകയും ചെയ്തു. അപ്പോൾ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാനുള്ള സമീപനമാണ് ഉണ്ടാകേണ്ടത്. അവിടെ കൂടുതൽ മെഴുകലുകളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഇറക്കി സ്വയം പരിഹാസ്യമാവുകയല്ല ചെയ്യേണ്ടത്. ഇതാണ് ഇക്കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. നമുക്ക് ഏത് നടപടികളെ നേരിടുന്നതിനും യാതൊരു തടസ്സവുമില്ല. പകൽ പോലെയെല്ലാം എല്ലാവർക്കും വ്യക്തമായ സാഹചര്യത്തിൽ
നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ്. അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ ശബരിമലയുടെ പ്രസക്തി അത് പലപ്പോഴും ശബരിമല എന്ന വിഷയം രാഷ്ട്രീയ വിവാദങ്ങളിലേക്കൊക്കെ കടക്കുന്നത് കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം ഉയർന്നു വന്ന ഒരു വലിയ രാഷ്ട്രീയ വിവാദമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പീഠങ്ങളുമായി ബന്ധപ്പെട്ട്, ഒപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വന്നിരിക്കുന്ന വലിയ വിവാദം. അത് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ശബരിമലയിൽ എത്തുന്ന ഈ രീതിയിലുള്ള വിശ്വാസികൾ നൽകുന്ന സ്വർണവും മറ്റ് ഉരുപ്പടികളുമായി ബന്ധപ്പെട്ടുള്ള ക്രയവിക്രയങ്ങൾ എങ്ങനെ, അതിൻ്റെ സുതാര്യത എന്ത് എന്നത് സംബന്ധിച്ചുള്ള വലിയ ആശങ്കകൾ ഉയർത്തുകയാണ്. ശബരിമലയിൽ നിന്ന് സ്വർണം കടത്തിയോ, കടത്തിയെങ്കിൽ അതിന് ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്, ദേവസ്വം അധികൃതരുടെ ഇതിലുള്ള പങ്കെന്താണ്, ഉദ്യോഗസ്ഥരെ മാത്രം പഴിചാരിക്കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ രാഷ്ട്രീയ നേതൃത്വത്തിന്? ഇങ്ങനെയൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ള ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദമായി കൂടി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇതിൽ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. 2 തരത്തിലുള്ള അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. കോടതിയുടെ തന്നെ നേരിട്ടുള്ള അന്വേഷണം നടക്കുന്നു. അപ്പോൾ ആ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ വ്യക്തത വരും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അത് ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് കൂടി മാറിയിരിക്കുകയാണ്. എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഗൂഢാലോചന എന്ന ഒരു വാദമാണ് ഇപ്പോൾ സർക്കാർ ഉന്നയിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി വന്ന് ഈ പീഠങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം പറയുന്നു, താൻ അത് നൽകിയിരുന്നു എന്ന് പറയുന്നു. പിന്നീട് അത് അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിൽ വെക്കുകയാണ്. അതൊരു വലിയ ഗൂഢാലോചനയാണ് എന്ന വാദമാണ് സർക്കാർ ഉന്നയിക്കുന്നതെങ്കിൽ, പ്രതിപക്ഷം സർക്കാരിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇവയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ബിനാമിയാണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാതെ ഈ സ്വർണ്ണപ്പാളി എങ്ങനെ പുറത്തുപോയി? തുടങ്ങിയ ചോദ്യങ്ങളാണ് പ്രതിപക്ഷത്തിന് സർക്കാരിനോട് ചോദിക്കാനുള്ളത്. അങ്ങനെ ഇതൊരു രാഷ്ട്രീയ ഏറ്റുമുട്ടലായി മാറുകയാണ്. വി.ഡി. സതീശന്റെയും ഒപ്പം തന്നെ ഈ വിഷയത്തിൽ വി.എൻ. വാസവന്റെയും പ്രതികരണങ്ങൾ കേൾക്കാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ സാന്നിധ്യവും ഇടപെടലുമെല്ലാം ദുരൂഹമാണ്. അയാൾ പല രൂപത്തിൽ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വരുന്ന, സംസ്ഥാനത്തിന് വെളിയിൽ നിന്നും വരുന്ന ഭക്തന്മാരെ പല രൂപത്തിൽ ചൂഷണം ചെയ്തിരുന്നു എന്നാണ് ചില സൂചനകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളത്. അതെല്ലാം സമഗ്രമായി പരിശോധിക്കുമ്പോൾ അതെല്ലാം വെളിയിൽ വരും. എല്ലാം വെളിയിൽ വരണം. യഥാർത്ഥത്തിൽ അയാൾ സ്പോൺസറായി രംഗത്ത് വരുമ്പോഴും അയാളുടെ തന്നെയല്ല പണം, മറിച്ച് മറ്റ് പലരും സമാഹരിച്ചതാണ് എന്ന സംശയം പോലീസിനുണ്ടായി. പോലീസ് അത് സംബന്ധിച്ച് അന്വേഷണം സമഗ്രമായി നടത്തുകയാണ്. പിന്നെ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? എന്താണ് ഈ സ്പോൺസർക്ക് ഉള്ള പ്രത്യേകത? എല്ലാ ദേവസ്വം ബോർഡുകളിലുള്ള സ്പോൺസർമാരെ കുറിച്ച് കൂടി അന്വേഷിക്കണം. ഇവര് ദേവസ്വത്തിലേക്കും ശബരിമലയിലേക്കും ഒക്കെ സ്പോൺസർ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ കളക്ട് ചെയ്യുകയും അതിലൊരു ചെറിയ അംശം മാത്രം അവിടെ കൊടുക്കുകയും ബാക്കി ഇടനിലക്കാർക്കും ബന്ധപ്പെട്ട ആളുകൾക്ക് കമ്മീഷൻ കൊടുത്ത് വൻ തുക ഭക്തന്മാരുടെ കയ്യിൽ നിന്നും തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ദേവസ്വം ബോർഡും സർക്കാരും കൂട്ടുനിന്നു. അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയ ആളുകളാണ് അയ്യപ്പ സംഗമം നടത്തിയത്. അയ്യപ്പ സംഗമത്തെ തുടർന്നുണ്ടായിട്ടുള്ള വിവാദങ്ങളാണ് ഈ നിലയിൽ വരെ വന്ന് എത്തി നിൽക്കുന്നത്. ഈ സ്വർണം അടിച്ചു മാറ്റുന്നവരാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന ഒരു ആരോപണം പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉന്നയിക്കാൻ പറ്റുന്ന തരത്തിൽ ഈ സാഹചര്യങ്ങൾ പരുവപ്പെട്ടത് എങ്ങനെയാണ് എന്നത് നമുക്കറിയാം. എന്തായാലും സർക്കാരിന് തന്നെ ഈ വിഷയത്തിൽ ഒരു പരിധിവരെ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം സമ്മതിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് എന്നത് വ്യക്തമാണ്. ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് അവർക്ക് തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു. മുൻ ദേവസ്വം ബോർഡിന്റെ കാലത്ത് നടന്ന ഇടപാടിൽ വീഴ്ച വന്നെങ്കിൽ നടപടി ഉണ്ടാകും എന്നതാണ് സർക്കാർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ പൂർണ്ണമായും ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് ശബരിമല. എല്ലാം സുതാര്യമെന്ന ഒരു ബോധ്യവും വിശ്വാസവുമാണ് അവിടുത്തെ വിശ്വാസികളെ സംബന്ധിച്ചായാലും പുറമെ എല്ലാവർക്കും ഉള്ളത്. ശബരിമലയെ സംബന്ധിച്ച് ഈ എന്തൊക്കെ വാദങ്ങൾ സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട് എങ്കിൽ പോലും നിരവധി ദുരൂഹതകൾ ഇപ്പോൾ ഉയർന്നിട്ടുള്ള ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് എന്നത് തന്നെയാണ് വസ്തുത. അതിൽ പ്രധാനപ്പെട്ടത് ഇങ്ങനെയാണ്. UB ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ 1999 ദ്വാരപാലക ശില്പങ്ങളിലടക്കം സ്വർണം പൊതിഞ്ഞു എന്നത് രേഖകളിൽ വ്യക്തമാകുന്നു. പിന്നെന്തിനാണ്
ചെമ്പ് ശില്പങ്ങളിൽ സ്വർണം പൂശാൻ ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയത്? ഒരിക്കൽ സ്വർണം പൂശിയത് പിന്നീട് എങ്ങനെ ചെമ്പായി മാറുന്നു എന്ന സ്വാഭാവികമായ സംശയമാണ് അവിടെ ഉയരുന്നത്. അങ്ങനെ അത് ചെമ്പാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയെങ്കിൽ അതിന് പിന്നിൽ ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന സംശയം. വിജയ് മല്യ സ്വർണം പൂശിയ ശില്പങ്ങൾ എങ്ങനെ 2019 ചെമ്പായി? ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ സാങ്കേതിക പിഴവ് പറ്റിയതാണോ? അങ്ങനെയെങ്കിൽ അത് വിശദീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? എല്ലാ പ്രവൃത്തിയും ക്ഷേത്ര പരിസരത്ത് തന്നെ നടത്തണമെന്നത് ദേവസ്വം മാനുവലിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തിനാണ് സ്വർണം ഇത് പുറത്തേക്ക് കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്താനുള്ള അനുമതി നൽകിയത്? അവിടെ എന്തുകൊണ്ട് അതിന് വഴിവെച്ചില്ല? ഇങ്ങനെ മാനുവലിൽ നിന്ന് വിരുദ്ധമായിട്ട് ഇത്തരമൊരു നടപടി ഉണ്ടായി. ഇത് വിശദീകരിക്കപ്പെടേണ്ടതാണ്. ഇക്കാര്യം കോടതിയെ അറിയിക്കാതെ ചെയ്യാൻ ദേവസ്വം ബോർഡിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നത് വിശദീകരിക്കേണ്ടതാണ്. തിരികെ കൊണ്ടുവന്ന സ്വർണം തൂക്കം പരിശോധിക്കാതെ പുനഃസ്ഥാപിച്ചത് എന്തുകൊണ്ടാണ് എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ശബരിമലയിലെ അവതാരങ്ങളെ പുറത്താക്കുമെന്ന് പ്രഖ്യാപിച്ച ദേവസ്വം ബോർഡും സർക്കാരും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയെ വിശ്വാസത്തിലെടുത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം കൂടി അവിടെ ഉയരുകയാണ്. പ്രതിപക്ഷവും അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ ബിനാമിയാണെങ്കിൽ അതിന് പിന്നിൽ ആര് എന്ന ചോദ്യം പ്രതിപക്ഷം ആവർത്തിച്ചുന്നയിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കാണ് അന്വേഷണത്തിൽ വ്യക്തത വരേണ്ടത്. വീഴ്ചകൾ പരോക്ഷമായി സമ്മതിക്കുന്ന 2019 ഭരണസമിതി നേതൃത്വം എല്ലാ ദേവസ്വം മാനുവൽ പ്രകാരമാണോ എപ്പോഴും നടക്കുന്നതെന്ന ചോദ്യം മാത്രമാണ് തിരിച്ചുന്നയിക്കുന്നത് എന്നത് നമ്മൾ ഗൗരവത്തിൽ കാണണം. വീഴ്ച വരുത്തിയവർക്കെതിരെ പാർട്ടി നേതൃത്വം നടപടിയെടുക്കുമെന്ന് പിന്നീട് വന്ന ദേവസ്വം പ്രസിഡന്റ് അനന്തഗോപനും പ്രതികരിച്ചു. അപ്പോൾ അവർ 2 ടേമുകളിലായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നത് കൂടിയാണ് നമ്മൾ കണ്ടത്. അവരുടെ പ്രതികരണങ്ങൾ കൂടി കാണാം. ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി പത്മകുമാർ എന്ന് പറയുന്ന പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. അതാണല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ശബരിമല വിട്ടിട്ടോ അല്ലെങ്കിൽ ശബരിമലയ്ക്ക് ദോഷം ഉണ്ടാകുന്നൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണം. അത്രയേ ഉള്ളൂ. അതിലിപ്പോ മുൻ പ്രസിഡന്റുമാർ ചെയ്തതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുള്ള നിലയിൽ ഒരു അഭിപ്രായപ്രകടനം നടത്തുന്നത് ശരിയല്ലല്ലോ. പ്രസിഡന്റുമാർ നമ്മൾ വിവാദം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് ശരിയല്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത് വിശ്വാസത്തിലെടുക്കാനേ പറ്റൂ. അതിനപ്പുറത്തേക്ക് ഊഹാപോഹങ്ങൾ വെച്ച് മറ്റു കാര്യങ്ങൾ പറയാൻ ഒന്നും ശരിയല്ലല്ലോ. അവിടെ അത് അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രമരഹിതമായ പ്രവൃത്തി നടത്തിയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തതയുള്ള കാര്യമല്ലല്ലോ. അതെല്ലാം അന്വേഷണം നടത്തി കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. അല്ല ഇപ്പം അത് സംബന്ധിച്ചൊരു അഭിപ്രായ പ്രകടനം നടത്താൻ എന്നെ കൊണ്ട് സാധ്യമാവുന്ന കാര്യമല്ലല്ലോ. കാരണം മുൻ പ്രസിഡന്റ് ചെയ്ത ഒരു കാര്യം അത് ചിലപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചോ അദ്ദേഹം ശരിയായ കാര്യങ്ങളായിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും പെശകുകളുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും കണ്ടെത്തുകയും ചെയ്യാമെന്നല്ലേ ഉള്ളൂ. എന്തായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് ദേവസ്വം മന്ത്രി ആയിരുന്ന ജി സുധാകരൻ തൻ്റെ കാലത്തൊന്നും നടന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നത് കൃത്യമാണ്. അത് ഉത്തരവുകളിലെ പിഴവായും സ്വർണ്ണത്തൂക്കത്തിലെ വ്യത്യാസമായും ഒക്കെ നിഴലിച്ചു നിൽക്കുന്നതാണ്. ആ ഉരുപ്പടികൾ പുറത്തേക്ക് പോയതെങ്ങനെ എന്നത് സംബന്ധിച്ചുമൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ളവരെ ആരാണ് വിശ്വാസത്തിലെടുക്കുന്നത്? അവരെ എങ്ങനെയുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് ആരാണ്? അത് നിയമം മറികടന്ന് മാനുവലിൽ പറയുന്ന രീതിയിലല്ലാതെ ഒക്കെയും ഈ കാര്യങ്ങൾ ചെയ്യാൻ ഏർപ്പാടാക്കുന്നത് ആരാണ്? ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ചാൽ മാത്രം ഈ കാര്യങ്ങളൊക്കെ സ്വന്തം നിലയിൽ നടക്കുമോ? അപ്പോൾ ആരുടെയൊക്കെയോ സഹായം ഉണ്ണികൃഷ്ണൻ പോറ്റിമാർക്ക് ലഭിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. ഒരു കണക്കും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊന്നും ഇല്ല എന്നത് കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. അവിടെ കിട്ടുന്ന സാധനങ്ങളെക്കുറിച്ച് സ്ട്രോങ് റൂമിലുള്ള സാധനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇല്ല എന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു കെടുകാര്യസ്ഥതയുടെ തുറന്നുകാട്ടലാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സംഭവിച്ച വിഷയങ്ങളിൽ കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിലൂടെ എല്ലാ വിവരങ്ങളും പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉത്തരവാദിത്തപ്പെട്ടവർ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ ഇപ്പോൾ ഈ ചൂണ്ടിക്കാട്ടുന്ന പിഴവുകൾ, ഉയരുന്ന ചോദ്യങ്ങളൊക്കെയും കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ ഉത്തരവാദിത്തത്തിലൂടെ ആ വിഷയങ്ങളിൽ ഇടപെടണം എന്നത് മാത്രമാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ അന്വേഷണത്തിലൂടെ എന്താണ് സംഭവിച്ചത് എന്നതിലെ യാഥാർത്ഥ്യം പുറത്തു വരുമോ എന്നറിയാം.
തമിഴ്നാട്ടിലെ കരൂരിൽ കഴിഞ്ഞ ദിവസം TVK റാലിയിലുണ്ടായ ദാരുണമായ സംഭവം 41 പേരുടെ ജീവനെടുത്ത സംഭവമാണ്. അതിൽ 10 കുട്ടികൾ 16 സ്ത്രീകളൊക്കെ ഉൾപ്പെടുന്നു. രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു സംഭവം എന്ന് നമുക്കറിയാം. അത് ഇപ്പോൾ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് കൂടി കടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വലിയ രാഷ്ട്രീയ മോഹവുമായാണ് വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നത്. അത് വലിയ പ്രതീക്ഷ നൽകുന്ന രീതിയിൽ തമിഴ്നാട്ടിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ട്, മുഖ്യമന്ത്രിയാവുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വലിയ തിരക്കിട്ട നീക്കങ്ങളാണ് വിജയുടെ നേതൃത്വത്തിൽ നടന്നു വന്നത്. പക്ഷേ അത് അടിപടലം പാളുന്നതാണ് കണ്ടത്. അതൊരു ദുരന്തത്തിൽ എത്തി നിൽക്കുന്നതാണ് കണ്ടത്. ഇപ്പോൾ വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് അത് എത്തുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം TVKയുടെ ഒരു പ്രാദേശിക നേതാവ് ആത്മഹത്യ ചെയ്തിരുന്നു. ആ പ്രാദേശിക നേതാവിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ അവിടുത്തെ MLA ആയ സെന്തിൽ ബാലാജിയെക്കുറിച്ച് പരാമർശങ്ങളുണ്ടായിരുന്നു. അയാളുടെ MLAയുടെ ഇടപെടലിനെ കുറിച്ച് ചില പരാമർശങ്ങളും ദുരൂഹതകളും ആരോപിച്ചിരുന്നു. ഇപ്പോൾ സെന്തിൽ ബാലാജി ഇന്ന് ആ ആരോപണങ്ങൾക്കുൾപ്പെടെ മറുപടിയുമായി രംഗത്ത് വരികയാണ്. ആ ബാലാജിയുടെ പ്രതികരണമാണ് ഇന്ന് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ സെന്തിൽ ബാലാജി പറയുന്നത്, ഒരു രാഷ്ട്രീയ വിവാദമാക്കി കരൂരിലെ സംഭവത്തെ മാറ്റാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്നതാണ്. പാർട്ടി പരിപാടികൾക്ക് എത്തുന്ന ആളുകൾക്ക് വേണ്ട സൗകര്യം ഒരുക്കേണ്ട ഉത്തരവാദിത്തം അതത് പാർട്ടികൾക്കാണുള്ളത്. പക്ഷേ TVKയുടെ പരിപാടിയിൽ ആ ഉത്തരവാദിത്തങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് സെന്തിൽ ബാലാജി ചൂണ്ടിക്കാട്ടുന്നു. ഈ സംഭവത്തിൽ ഞങ്ങൾ രാഷ്ട്രീയം കലർത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്തൊക്കെ പിഴവുകൾ അവിടെ സംഭവിച്ചു എന്നത് ചൂണ്ടിക്കാട്ടാനാണ് ഇന്ന് സെന്തിൽ ബാലാജി ഈ വാർത്താ സമ്മേളനത്തിൽ ശ്രമിച്ചത്. തൻ്റെ ശീലമാണ് ഈ ആളുകളെ സഹായിക്കാൻ ഓടിയെത്തുന്നത്. അത്തരം വലിയ ഒരു ദുരന്തം തൻ്റെ മണ്ഡലത്തിൽ സംഭവിക്കുമ്പോൾ അവിടെ താൻ എത്തണ്ടേ എന്ന ഒരു ചോദ്യം സെന്തിൽ ബാലാജി ചോദിക്കുന്നു. അതിനുശേഷം ഒരു പരിപാടി നടത്തേണ്ടുന്ന രീതിയിലല്ല ഇവർ ഇത് നടത്തിയതെന്ന് പറയുന്നു. അവിടെ ആളുകൾ 6 മണിക്കൂറോളം കാത്തു നിൽക്കേണ്ടി വന്ന സാഹചര്യമാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. ആ മരിച്ചു വീണ മനുഷ്യരെ എടുത്തുകൊണ്ടുപോയ ഇടങ്ങളിൽ നോക്കിയാൽ ചെരുപ്പുകളും മറ്റ് അവശിഷ്ടങ്ങളും കാണാം. അവിടെ എവിടെയെങ്കിലും നിങ്ങളൊരു വെള്ളക്കുപ്പി കണ്ടിട്ടുണ്ടോ? ഒരു ബിസ്ക്കറ്റ് കവറെങ്കിലും കണ്ടിട്ടുണ്ടോ? അത്രയും മണിക്കൂർ മനുഷ്യൻ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ നിന്നതുകൊണ്ടാണ് ഈ ദുരന്തം സംഭവിച്ചത് എന്നത് ചൂണ്ടിക്കാട്ടാനാണ് ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട്, അവിടുത്തെ എന്താണ് സാഹചര്യം എന്നത് കാണിച്ചുകൊണ്ട് സെന്തിൽ ബാലാജി സംസാരിക്കുന്നത്. ഭക്ഷണവും വെള്ളവും കിട്ടാതെ കാത്തുനിന്ന മനുഷ്യരാണ് അവിടെ തളർന്നു വീഴുകയും പിന്നീട് അത് ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് എത്തുകയും ചെയ്തത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അവിടുത്തെ സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കാനോ അതിൽ ഇടപെടാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ഒഴിവാക്കാനോ TVKക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് കുറച്ചുകൂടി വ്യക്തമാക്കുന്നതായിരുന്നു ഈ തെളിവുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള സെന്തിൽ ബാലാജിയുടെ വാർത്താ സമ്മേളനം. അത് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രതികരണം ഒന്ന് നമുക്ക് കാണാം. அவங்க கேட்ட இடங்கள் முதல்ல லைட் ஹவுஸ் கார்னர், அதுல எவ்வளவு பேர் நிக்கலாம் நீங்க சொல்லுங்க. அந்த லைட் ஹவுஸ் கார்னர் ஜங்ஷன்ல அது ஒரு டர்னிங் பாயிண்ட். அது அந்த இடத்துல திரும்புற இடம் தானே. அது அந்த திரும்புற இடங்கள்ல அந்த லைட் ஹவுஸ் கார்னர்ல எவ்வளவு பேர் நிக்க முடியும்னு பத்திரிகையாளர் நீங்க தான் உலகத்துக்கு சொல்லணும். அதே மாதிரி அடுத்து கேட்டது உழவர் சந்தை. உழவர் சந்தையில எவ்வளவு பேர் நிக்க முடியும் நீங்க பாருங்க. உங்களுக்கே தெரியும், இங்க இருக்கக்கூடிய எல்லா பத்திரிகையாளருக்கும் உழவர் சந்தையில எவ்வளவு பேர் கூட்டம் நிக்க முடியும், லைட் ஹவுஸ் கார்னர்ல எவ்வளவு பேர் நிக்க முடியுங்கிறது உங்களுக்கு நல்லா தெரியும். பார்த்துட்டு அதுக்கப்புறம் வேலுசாமிபுரத்துல எவ்வளவு பேர் நிக்க முடியுங்கிறத பாருங்க. இந்த 3 இடங்கள்ல எது அதிகமான நபர்கள் நிற்க முடியும், எது அதிகமான நபர்கள் கலந்து கொள்ள முடியும், பொதுமக்களுக்கு எந்தவித போக்குவரத்தும் இடையூறு இல்லாம எந்த இடங்கள்ல அந்த கூட்டம் நடந்தா மக்களுக்கு சிரமம் இல்லாம இருக்குங்கிறது நீங்களே ஒரு கணம் சிந்திச்சு பாருங்க. ശനിയാഴ്ചയാണ് അവിടെ കരൂരിൽ ആ ദുരന്തം ഉണ്ടാകുന്നത്. 7 മണിയോടെ ആണ് വിജയ് ഏതാണ്ട് 6 മണിക്കൂർ വൈകി അവിടെ എത്തുന്നത്. അതിനുശേഷം ഈ സംഭവം ഉണ്ടായി. 38 പേരുടെ മരണം ആദ്യ ദിവസം സ്ഥിരീകരിക്കുന്നു. പിന്നീട് 3 പേർ കൂടി മരിക്കുന്നു. അങ്ങനെ മരണം 41-ലാകുന്നു. 2 ദിവസത്തിന് ശേഷം ഇന്നലെയാണ് വിജയ് ഒരു വീഡിയോ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിട്ടത്. അതിൽ അങ്ങേയറ്റം വേദനാജനകമായ സംഭവമാണ് എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം തനിക്കാണ് എന്ന് ഏറ്റെടുക്കുന്നുണ്ട്.
തൻ്റെ പ്രവർത്തകരെ ഒന്നും ചെയ്യരുതെന്ന് DMK സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടവരുടെ വേദനയിൽ പങ്കുചേരുന്നു എന്ന് പറയുന്നു. ആളുകൾ റാലിക്കെത്തിയത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്, അതിൽ ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. പരിക്കേറ്റ് ചികിത്സയിലുള്ളവരെല്ലാം വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ പോയാൽ കൂടുതൽ പ്രശ്നമുണ്ടാകുമെന്ന് കരുതിയതിനാലാണ് പോകാതിരുന്നത് എന്ന ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ വേദനയ്ക്ക് താൻ പണം നൽകിയെങ്കിലും അത് മതിയാകില്ല എന്ന ബോധ്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. തെറ്റ് ചെയ്തിട്ടില്ല, എന്നിട്ടും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയാണ്. CM സാർ കുറ്റം എൻ്റെ മേൽ വെച്ചോളൂ, പ്രവർത്തകരെ വേട്ടയാടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയ് അവസാനിപ്പിക്കുന്നത്. അതിൽ വളരെ വൈകാരികമായ പ്രതികരണമാണ്, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ മുനയുള്ളതാണ്, ഒരു കുറ്റപ്പെടുത്തലുള്ളതാണ്. അപ്പോൾ അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ആണ് 2 ദിവസത്തിന് ശേഷം വിജയ് പുറത്തുവിട്ടത്. പിന്തുണച്ച എല്ലാവർക്കും നന്ദിയും വിജയ് അറിയിച്ചിരുന്നു. ഇതിൽ വിജയ്ക്ക് സംഭവിച്ച വീഴ്ചകളാണ് നമ്മൾ നോക്കുന്നത്. 6 മണിക്കൂർ താമസിച്ച് ഇതുപോലെ ഒരു നേതാവ് ഒരു വേദിയിലേക്ക് എത്തുന്നു എന്ന് പറയുന്നയിടത്ത് തന്നെ വീഴ്ച തുടങ്ങുകയാണ്. 6 മണിക്കൂർ തന്നെ കാണണമെങ്കിൽ ആളുകൾ കാത്തു നിൽക്കണം എന്ന് പറയുന്നത് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ചേരുന്ന ശീലമല്ല എന്നത് വിജയ് ആദ്യം മനസ്സിലാക്കണം. നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ കൃത്യസമയത്ത് എത്തുന്ന വ്യക്തിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചൊക്കെ അവരുടെ ക്വാളിറ്റിയായി പറയുന്നത് കൃത്യസമയത്ത് എത്തുമെന്നതാണ്. ആ സമയത്തിലെ കണിശത അങ്ങനെ പ്രധാനപ്പെട്ട റോളുകളിൽ ഇരിക്കുന്ന വ്യക്തികൾക്കെല്ലാം അവരുടെ ഒരു ഗുണമായി ഉയർത്തിക്കാട്ടിയിട്ടുള്ളതാണ്. അവിടെ 1ഉം 2ഉമല്ല 6 മണിക്കൂറാണ് ആളെ കൂട്ടാൻ വിജയ് ആ മനുഷ്യരെ അവിടെ നിർത്തിയത്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദുരന്തത്തിന്റെ ഉത്തരവാദി വിജയാണ് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യവും സൃഷ്ടിച്ചിരിക്കുന്നത്. 6 മണിക്കൂർ അവിടെ ആളുകളെ കാത്തു നിർത്തിച്ചു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് മനസ്സിലാക്കാൻ വിജയ്ക്ക് ഒരു ഘട്ടത്തിലും കഴിഞ്ഞിട്ടില്ല. അപകടം നടന്നപ്പോൾ അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് വിജയ് ചെയ്തത്. ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞു പോയിട്ട് പോലും അതെന്താണ് എന്നത് മനസ്സിലാക്കാനോ ആ സാഹചര്യത്തെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാനോ നിൽക്കാതെ, അതിൽ ഇടപെടാതെ അവിടെ നിന്ന് ഒളിച്ചോടുകയാണ് വിജയ് ചെയ്തത്. 2 ഇടങ്ങളിൽ മാധ്യമപ്രവർത്തകർ മൈക്ക് നീട്ടിയിട്ടും ഒരു പ്രതികരണവും പോലും നടത്താതെ ഒളിച്ചോടുകയാണ് വിജയ് ചെയ്തത്. അതൊരു രാഷ്ട്രീയക്കാരന് ചേരുന്ന സമീപനമേ ആയിരുന്നില്ല. വിജയ് ആ സ്ഥലത്ത് നിൽക്കാത്തതും അവിടേക്ക് ചെല്ലാത്തതും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഭയന്നാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ TVK എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ 2ാം നിര നേതാക്കളോ 3ാം നിര നേതാക്കളോ പ്രാദേശിക നേതാക്കളോ പോലും ആ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് അതിനുശേഷം ആ അപകടത്തിന് ശേഷം അവിടെ ഇടപെട്ടില്ല എന്നതാണ് വലിയ വലിയ വീഴ്ച. ഒരു രാഷ്ട്രീയ പാർട്ടിയായി TVK രൂപപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ഫാൻസ് അസോസിയേഷൻ മാത്രമാണ് TVK എന്ന് പറയേണ്ടി വരും ആ സാഹചര്യം അവർ മാനേജ് ചെയ്ത രീതി കണ്ടാൽ. നമുക്കറിയാം, പിറ്റേ ദിവസം തന്നെ മുഖ്യമന്ത്രി സ്റ്റാലിൻ ഈ സ്ഥലം സന്ദർശിക്കുകയും ആളുകളുടെ അടുത്തെത്തുകയും ചെയ്യുന്നത് കണ്ടതാണ്. അതിനും ശേഷം ആണ് വീഡിയോയിലൂടെ വിജയുടെ ഒരു വൈകാരികമായിട്ടുള്ള പ്രതികരണം വരുന്നത്. അതിനു മുൻപ് ഒരു ഹൃദയം തകരുന്നു എന്ന ഒരു പോസ്റ്റ് മാത്രമാണ് വിജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. PR ടീമിന്റെ നിർദ്ദേശങ്ങളില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്ന ആളല്ല താൻ എന്ന് ഏറ്റവും ഒടുക്കം അനുശോചന വീഡിയോ അല്ലെങ്കിൽ പ്രതികരണമായ ആ വീഡിയോ ഇറക്കിയതിൽ പോലും വിജയ് തെളിയിച്ചിരിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രി വരെ ആകാൻ കെൽപ്പുള്ള നടൻ എന്ന നിലയിലാണ് നടനിൽ നിന്നും രാഷ്ട്രീയ നേതാവായുള്ള വിജയുടെ മാറ്റത്തെ ആളുകൾ നോക്കിക്കണ്ടിരുന്നതെങ്കിൽ ആ പ്രതീക്ഷ അവർക്ക് പൂർണ്ണമായും നശിക്കുന്ന നിലയിലായി ഈ കരൂരിലെ സംഭവത്തോടെ എന്ന് വേണം കരുതാൻ. ഒരു സിറ്റുവേഷനെ, ഒരു അപകട സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാത്ത ഒരു വ്യക്തി എങ്ങനെ ഒരു നാട് ഭരിക്കുമെന്ന സ്വാഭാവികമായ സംശയം എല്ലാവരിലേക്കും ഈ സംഭവത്തോടു കൂടി വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു തമിഴ് രാഷ്ട്രീയത്തിന്റെ പുതിയ താരവും ഭാവി മുഖ്യമന്ത്രിയും ഒക്കെയായി കണ്ട മനുഷ്യർക്ക് തന്നെ വിജയിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തേണ്ടി വരുന്നത് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടിയ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ നേരിടണമെന്നറിയാത്ത വിജയുടെ പ്രതികരണം കൊണ്ട് തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വലിയ നോവിന്റെ മുറിവുണങ്ങും മുൻപ് തന്നെ ചില രാഷ്ട്രീയ ആരോപണങ്ങളുമായി കൂടി TVK രംഗത്ത് വന്നത് അവരുടെ പക്വതയില്ലായ്മ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ആ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വളരെ പക്വതയോടെ DMK കൈകാര്യം ചെയ്യുന്നു എന്ന് കൂടി കരുതണം. രാഷ്ട്രീയമായി ഇതിനെ കാണുന്നില്ല എന്ന് സെന്തിൽ ബാലാജി പോലും ഇന്ന് വാർത്താസമ്മേളനം നടത്തി പറയുമ്പോൾ TVK വെറും ആൾക്കൂട്ടം മാത്രമാണ് എന്ന കാര്യം ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുമ്പോൾ ആ ഈ സാഹചര്യത്തെ അവർ രാഷ്ട്രീയമായി എങ്ങനെ പക്വതയോടെ കൂടി ഉപയോഗപ്പെടുത്തുന്നു എന്ന് നമ്മൾ കാണണം.
മറുവശത്ത് വിജയെ സംബന്ധിച്ച് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അത് വിജയുടെ തുടക്കം മുതൽ ഈ പരിപാടി ആസൂത്രണം ചെയ്തത് മുതൽ അതൊരു ദുരന്തത്തിലേക്ക് എത്തി. അവിടെയും തീരുന്നില്ല. അതിനുശേഷവും TVKയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങളും ഇടപെടലുകളും എല്ലാം അത് ഒരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിന് ചേർന്ന വിധത്തിലായിരുന്നില്ല. ഒരു ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാൻ കഴിയാത്ത വെറും PR ഏജൻസി പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാൾക്കൂട്ടമാണ് തങ്ങൾ എന്ന് ബോധ്യപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും 2026 ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യമന്ത്രി മോഹത്തോടുകൂടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ വിജയിയാണ് ഇപ്പോൾ ഈ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കും. വിജയ്ക്കെതിരെ ഇപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വേണ്ട എന്ന DMK നേതൃത്വം തീരുമാനമെടുക്കുന്നത് അതൊരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കും എന്ന തോന്നലിൽ നിന്നാണ്. പക്ഷേ ജുഡീഷ്യൽ അന്വേഷണം നടക്കുകയാണ്. അന്വേഷണത്തിന് ശേഷം അറസ്റ്റ് എന്നതാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനിയുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ തുടരും എന്ന് തന്നെ കരുതാം. എന്തായാലും ഈ പാപത്തിൽ നിന്ന് കൈ കഴുകുക വിജയെ സംബന്ധിച്ച് അത്ര എളുപ്പത്തിൽ കഴിയില്ല എന്നതാണ് തമിഴ്നാട് രാഷ്ട്രീയം ഇപ്പോൾ നൽകുന്ന സൂചന. വിജയിയെ നെഞ്ചിലേറ്റിയവർ പോലും വിജയെ തള്ളിപ്പറയുന്നത് അതിന്റെ ലക്ഷണങ്ങളാണ്. അമേരിക്കയിൽ ഷട്ട് ഡൗൺ നിലവിൽ വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മളെ താരിഫ് പ്രഖ്യാപനങ്ങളുമായി ഇടയ്ക്കിടയ്ക്ക് സംഘർഷത്തിലേക്ക് നയിക്കുന്ന, സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന ട്രംപിന്റെ നാട്ടിൽ അവിടെ ഷട്ടർ വീണിരിക്കുന്നു. 6 വർഷത്തിനിടയിലെ ആദ്യത്തെ ഗവൺമെന്റ് ഷട്ട് ഡൗൺ ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് സർക്കാരിന്റെ നടത്തിപ്പിനാവശ്യമായ പണം പാസാക്കാനുള്ള ബിൽ പാസ്സാകാതെ വരുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ ഷട്ട് ഡൗൺ. US-ന്റെ പ്രാദേശിക സമയം 1-ാം തീയതി 12 മണിക്ക് ഇപ്പോൾ അവിടെ ഷട്ട് ഡൗൺ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. അത്യാവശ്യ സർവീസുകൾ മാത്രമായിരിക്കും ഇനി നടക്കുക. നേരത്തെ US ഷട്ട് ഡൗണിലേക്ക് നീങ്ങുകയാണ് എന്ന സൂചന ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നതാണ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് അനുവദിക്കുന്നതിനുള്ള ധനബില്ല് പാസാക്കുന്നതിൽ US കോൺഗ്രസിൽ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും തമ്മിൽ ധാരണയിൽ എത്തിയിരുന്നില്ല. ഇതിനുശേഷം ചർച്ചകൾ നടന്നെങ്കിലും പിന്നീട് തീരുമാനമാകാതെ പിരിഞ്ഞു. സെനറ്റിലേക്ക് കാര്യങ്ങൾ എത്തി. ഒരു താൽക്കാലിക ബില്ല് സെനറ്റിൽ പാസാക്കാനുള്ള നീക്കമാണ് നടന്നത്. US കോൺഗ്രസിന്റെ 2 പ്രതിനിധി സഭകളിലും ഇത്തരത്തിൽ നീക്കം നടന്നുവെങ്കിലും രണ്ടിടത്തും ഇത് പരാജയപ്പെടുന്നതാണ് കണ്ടത്. സെനറ്റിലെത്തിയപ്പോൾ അവിടെ 100 അംഗങ്ങളാണുള്ളത്. അതിൽ 60 പേരുടെയെങ്കിലും പിന്തുണയുണ്ടെങ്കിൽ മാത്രമാണ് ആ താൽക്കാലിക ബില്ല് പാസാക്കാൻ കഴിയുമായിരുന്നത്. പക്ഷേ അവിടെ ആ പിന്തുണ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. ഈ 2 സഭയിലും റിപ്പബ്ലിക്കന്മാർക്ക് ഭൂരിപക്ഷമുണ്ട് എങ്കിൽ പോലും സെനറ്റിൽ 60 പേരുടെ പിന്തുണ എന്ന വ്യവസ്ഥയാണ് റിപ്പബ്ലിക്കൻസിന് തിരിച്ചടിയായത്. അത് ഡെമോക്രാറ്റുകളുടെ കൂടി പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ അത്രയും വോട്ട് ശേഖരിക്കാൻ കഴിയൂ. അവിടെ ഡെമോക്രാറ്റുകൾ ആ പിന്തുണ നൽകിയില്ല. ഇതാണ് ഇപ്പോഴത്തെ ഈ ഷട്ട് ഡൗണിന്റെ സാഹചര്യം അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതുപോലെ അടച്ചുപൂട്ടൽ ഉണ്ടായേക്കും എന്നത് വ്യക്തമായി കഴിഞ്ഞിരുന്നു. ട്രംപ് തന്നെ അതിന്റെ സൂചനകളും നൽകിയിരുന്നു. ഇപ്പോൾ അർദ്ധരാത്രി 12 മണി മുതൽ ആ ഷട്ട് ഡൗൺ അവിടെ നിലവിൽ വന്നിരിക്കുകയാണ്. എന്താണ് ഈ ഷട്ട് ഡൗൺ എന്നത് നമ്മൾ ഒന്നുകൂടി വിശദമായി പരിശോധിച്ചാൽ, സർക്കാർ സേവനങ്ങൾ അവശ്യ സേവനങ്ങളല്ലാതെ മറ്റെല്ലാം നിർത്തിവെക്കുന്ന സാഹചര്യത്തെയാണ് ഷട്ട് ഡൗൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർക്കാർ ഏജൻസികൾ ആവശ്യമില്ലാത്ത എല്ലാ സേവനങ്ങളും ഈ ഘട്ടത്തിൽ നിർത്തും. പാസ്പോർട്ട് അപേക്ഷകൾ പ്രോസസ്സ് ചെയ്യുന്നത് മുതൽ സൈനികരുടെ ശമ്പളത്തെ വരെ അത് നമ്മൾ പ്രത്യേകം കാണണം. സൈനികരുടെ ശമ്പളത്തെ വരെ ഇത് ബാധിക്കും. തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വരെ വേണമെങ്കിൽ വീട്ടിലിരിക്കേണ്ടി വരും. പോസ്റ്റൽ സർവീസ് പതിവ് പോലെ പ്രവർത്തിക്കുമെന്നതാണ് പക്ഷേ ഇപ്പോൾ അറിയുന്നത്. ബുക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കണക്കനുസരിച്ച് ഫെഡറൽ ജീവനക്കാരിൽ ഏകദേശം 25% വരെയും ഈ ഷട്ട് ഡൗൺ ബാധിക്കുമെന്ന് പറയുന്നു. അതായത് 5 ലക്ഷത്തോളം പേരെ ഈ ഷട്ട് ഡൗൺ ബാധിക്കാൻ പോകുന്നു എന്ന വിവരമാണ് അവിടെ നിന്ന് വരുന്നത്. ജീവനക്കാരെ പിരിച്ചുവിടും എന്ന ഭീഷണി ട്രംപ് തന്നെ ഉയർത്തിയിട്ടുണ്ട്. അത് ഈ ശമ്പളമില്ലാതെ ജോലി ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ അവരെ പിരിച്ചുവിടുമെന്ന ഭീഷണിയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആംബുലൻസ് ജീവനക്കാർ, എയർ ട്രാഫിക് കൺട്രോളർമാർ തുടങ്ങിയ അവശ്യ സർവീസിലുള്ളവർ ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. താൽക്കാലിക ജോലിയുമായി മുന്നോട്ട് പോകുന്നവരെ ഈ സാഹചര്യം സാരമായി ബാധിക്കും. ഇവർക്ക് ഷട്ട് ഡൗൺ കഴിഞ്ഞ് മാത്രമേ പിന്നീട് പണം കിട്ടുകയുള്ളൂ. ഇങ്ങനെ സകലമാന മനുഷ്യരെയും ബാധിക്കുന്ന വിഷയമാണ് ഷട്ട് ഡൗൺ. നമുക്കറിയാം
സർക്കാർ പണം ചെലവാക്കാനില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള സൈനികരെ പോലും അത് ബാധിക്കും എന്ന തലത്തിലേക്ക് വന്നു നിൽക്കുന്നു. എല്ലാ മുൻഗണനാ പദ്ധതികളും ഇല്ലാതാക്കും എന്നത് ഈ ഷട്ട് ഡൗൺ ഉറപ്പായതിനു ശേഷം ട്രംപ് പറഞ്ഞിരുന്നതാണ്. പൊതുമേഖലാ ജീവനക്കാരെ പിരിച്ചുവിടും, അവർ ഈ സാഹചര്യത്തെ മനസ്സിലാക്കി ജോലി ചെയ്യാൻ മുന്നിൽ വന്നില്ല എങ്കിൽ പിരിച്ചുവിടുമെന്നതാണ് പറഞ്ഞത്. തങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല, ഇതൊരു അവസരമാണ് എന്ന് ട്രംപ് പറയുന്നു. നമുക്കറിയാം, എല്ലാ രാഷ്ട്രങ്ങളെയും ട്രംപ് ഭീഷണിപ്പെടുത്തുന്ന അതേ സ്വരത്തിൽ തന്നെയാണ് ആഭ്യന്തരമായി അമേരിക്ക നേരിടുന്ന ഈ വിഷയത്തിലും ട്രംപ് നിലപാട് സ്വീകരിക്കുന്നതെന്ന് നമ്മൾ കാണണം. ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്നും ഈ പ്രതിസന്ധിയുടെ ഭാഗമായി ഡെമോക്രാറ്റുകൾ പിന്തുണയ്ക്കുന്ന പല ഫെഡറൽ പദ്ധതികളും ഇല്ലാതാക്കാൻ സാധിക്കുമെന്നുമൊക്കെയാണ് ട്രംപ് ഭീഷണി മുഴക്കുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയും എന്നത് ട്രംപ് സൂചിപ്പിക്കുകയാണ്. അത് ഡെമോക്രാറ്റുകൾ മുന്നോട്ട് കൊണ്ടുവച്ച അവർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതികളെ ആയിരിക്കും ബാധിക്കാൻ പോകുന്നത് എന്ന ഭീഷണിയാണ് ട്രംപ് നൽകുന്നത്. നമുക്കറിയാം, മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത് ഡെമോക്രാറ്റുകൾ ആവിഷ്കരിച്ചതാണ്. അതിൻ്റെ സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിർത്തിവെക്കാൻ ട്രംപ് ആലോചിക്കുന്നത്. ഈ സാഹചര്യം അതിന് പ്രയോജനപ്പെടുത്തുമെന്ന ഭീഷണിയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ട്രംപിന്റെ ആ പ്രതികരണം ഒന്ന് കേൾക്കാം. But had nothing to do with him. We could come up and through this whole thing, because I don't know, we'll probably have a shutdown because one of the things they want to do is they want to give incredible Medicare, the Cadillac Medicare to illegal immigrants. And what that does is it keeps them coming into our country, and like they do in California, and no country can afford that, no country. So, it's been an amazing thing. They are shutting it down. We're not shutting it down. We don't want it to shut down. 1981 ശേഷം 15ാം തവണയാണ് ഷട്ട് ഡൗണിലേക്ക് അമേരിക്ക നീങ്ങുന്നത്. അത് ട്രംപിന്റെ കാലഘട്ടത്തിലാണ് എന്ന് ഓർക്കണം. അതിനെ എങ്ങനെയാണ് ചിരിച്ചുകൊണ്ട് ട്രംപ് നേരിടുന്നത് എന്നതാണ് കണ്ടത്. ഡെമോക്രാറ്റുകൾക്കെതിരെ ആയുധമാക്കുമെന്നതാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. ഇതിൽ അവരുടെ ആരോഗ്യരക്ഷാ പദ്ധതിയാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് എന്നത് വ്യക്തമാണ്. നമുക്കറിയാം, വലിയ ആഘാതങ്ങൾ, ഇതിന്റെ ആഘാതം എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഷട്ട് ഡൗൺ എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നതാണ് ഇതിന്റെ ആഘാതം തീരുമാനിക്കുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള, ഇതിനു മുൻപുണ്ടായിട്ടുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട് ഡൗൺ എന്ന് പറയുന്നത് ഏതാണ്ട് 35 ദിവസം ആയിരുന്നു അമേരിക്കയിൽ ഷട്ട് ഡൗൺ ഉണ്ടായിരുന്നത്. പല പദ്ധതികളും നിർത്തിവെക്കുന്നതും അവശ്യ കാര്യങ്ങൾക്കും വേണ്ടി മാത്രം പണം ചെലവഴിക്കുന്നതുമായ ഒരു സാഹചര്യം 35 ദിവസം ഒരു രാജ്യത്ത് നീണ്ടു നിന്നു. എന്നാൽ ഇപ്പോഴത്തേത് ഏതാണ്ട് 7 ആഴ്ച നീണ്ടു നിൽക്കും എന്ന വിവരങ്ങളാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട് ഡൗണിലേക്ക് ഇത്തവണ അമേരിക്ക പോകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും ഇത് വലിയ രീതിയിൽ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തിക യുദ്ധം ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അത് ഒരു തരത്തിലും ആ ഏർപ്പെടുത്തുന്ന രാജ്യത്തെ മാത്രമല്ല ബാധിക്കുക, അമേരിക്കയെയും തന്നെ ബാധിക്കുന്നുണ്ട്. അവിടെ ആഭ്യന്തരമായി അതിനെതിരെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സാമ്പത്തിക രംഗം വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ ഷട്ട് ഡൗൺ കൂടി വരുന്നത് എന്നത് ഓർക്കണം. മറ്റ് H-1B വിസയുമായി ബന്ധപ്പെട്ടായാലും ഒപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുകയറ്റം മൂലമായാലും ഒക്കെ വലിയ രീതിയിൽ ഉലച്ചിൽ നേരിടുന്നുണ്ട് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ. ആ ഒരു സാഹചര്യത്തിൽ ഷട്ട് ഡൗൺ കൂടി വരികയാണ്. അത് എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്നത് അറിയാത്ത ഒരു സാഹചര്യം കൂടി വരുമ്പോൾ അത് തീർച്ചയായും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ഉലയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ തൊഴിലില്ലായ്മ നിരക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുന്നുണ്ട് എന്നതാണ് കണക്കുകൾ വരുന്നത്. അത് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഫെഡറൽ റിസർവിന്റെ പലിശ വെട്ടിക്കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഫെഡറൽ റിസർവ് കടന്നത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അതിനെയൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ട്രംപ് ഈ വിധത്തിലുള്ള പകരം വീട്ടലുകൾക്കുള്ള അവസരങ്ങൾ കൂടി വിനിയോഗിക്കുന്നത്. എന്തായാലും ട്രംപിന് ഡെമോക്രാറ്റുകളെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അത് ഷട്ട് ഡൗണിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ ട്രംപ് അതിനെ ഒരു അവസരമാക്കി എടുക്കുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് അത് ആശങ്കകൾ സൃഷ്ടിക്കുന്നതാണ്. അത് എത്ര നാൾ നീണ്ടു നിൽക്കുന്നു എന്നത് അതിൻ്റെ ആഘാതം കൂട്ടും. വളരെ പെട്ടെന്ന് അത് പരിഹരിക്കാനായാൽ ഒരു തരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ കഴിയുമെന്ന് വേണം മനസ്സിലാക്കാൻ. ലോകം കാത്തിരിക്കുകയാണ് ഹമാസ് എന്ത് തീരുമാനം എടുക്കുമെന്നറിയാൻ.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ എടുത്തിട്ടുള്ള 20 പദ്ധതി അടങ്ങിയ പ്ലാൻ അത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇസ്രയേൽ അത് അംഗീകരിച്ചു കഴിഞ്ഞു, ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു, അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണ നേടിക്കഴിഞ്ഞു. ആ പ്ലാൻ, ട്രംപിന്റെ പ്ലാൻ ഹമാസ് അംഗീകരിക്കുമോ ഇല്ലയോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഹമാസിന് 72 മണിക്കൂർ സമയമാണ് ട്രംപ് അനുവദിച്ചിരിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ ഹമാസ് അത് അംഗീകരിക്കുകയാണ് നല്ലത് എന്ന ഒരു കാര്യം ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വിനാശമായിരിക്കും ഫലം എന്നതാണ് ട്രംപിന്റെ ഭീഷണി. നമുക്കറിയാം, ലോകം കാത്തിരിക്കുന്നത് ഏതു വിധേനയും ഗസയിലെ മനുഷ്യക്കുരുതികൾ അവസാനിക്കണമെന്നതാണ്, യുദ്ധം അവസാനിക്കണമെന്നതാണ്. ആ പ്രതീക്ഷയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുകയാണ്. എന്തായാലും അറബ് രാഷ്ട്രങ്ങളുടെ കൂടി പിന്തുണയിൽ മുൻകൈയിലാണ് എന്തായാലും ഈ വെടിനിർത്തലിനുള്ള ഉപാധികൾ 21 ഇന പ്ലാൻ തയ്യാറായിരിക്കുന്നത്. എല്ലാ അറബ് രാജ്യങ്ങളും അതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. മുസ്ലിം രാജ്യങ്ങളെല്ലാം ഒപ്പുവെച്ചു, ഇസ്രയേലും ഒപ്പുവെച്ചു. ഹമാസിനായി കാത്തിരിക്കുന്നു എന്നതാണ് ട്രംപ് പറഞ്ഞത്. ഹമാസ് അത് ചെയ്യുമോ ഇല്ലയോ, അങ്ങനെയെങ്കിൽ ചെയ്തില്ല എങ്കിൽ വളരെ ദുഃഖകരമായിരിക്കും. അങ്ങനെ വളരെ ദുഃഖകരമായ ഒരു അന്ത്യമാണ് ഹമാസിനെ കാത്തിരിക്കുന്നത് എന്നതാണ് ട്രംപിന്റെ ഭീഷണി. യുദ്ധം ഉടനടി അവസാനിപ്പിക്കാനും എല്ലാ ബന്ദികളെയും തിരികെ കൊണ്ടുവരാനും ഒപ്പം തന്നെ ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കും പലസ്തീന്റെ മുന്നോട്ടുള്ള പോക്കിനുമൊക്കെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് ഈ സമാധാന പദ്ധതി. അടിയന്തര വെടിനിർത്തൽ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. ഹമാസിന്റെ നിരായുധീകരണം, ഇസ്രയേൽ സേനയുടെ പിൻവാങ്ങൽ, ഒപ്പം തന്നെ പലസ്തീന്റെ പുനരുദ്ധാരണം, ഇവയൊക്കെ ഉൾപ്പെടുന്ന പദ്ധതിയാണ് ഇതിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 21 പദ്ധതി അത് സാധ്യമാകണം എന്ന് ലോകം പ്രതീക്ഷിക്കുമ്പോൾ ഹമാസ് ഇതുവരെ അതിൽ നിലപാട് അറിയിച്ചിട്ടില്ല എന്നതാണ് ആശങ്കയുണർത്തുന്ന കാര്യം. ആ ടൈം ലിമിറ്റിനുള്ളിൽ ഹമാസ് എന്ത് നിലപാടെടുക്കുന്നു ഈ വിഷയത്തിൽ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും വലിയ സമ്മർദ്ദം ഇക്കാര്യത്തിൽ അനുകൂല തീരുമാനമെടുക്കാൻ ഹമാസിനുമേലുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഇസ്രായേൽ ഇതിനോട് നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത് US തയ്യാറാക്കിയ പദ്ധതി അംഗീകരിക്കുന്നു തങ്ങൾ എന്നതാണ്. വൈറ്റ് ഹൌസിൽ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ പദ്ധതിയെ പിന്തുണയ്ക്കുന്നു. ഗാസയ്ക്ക് യാഥാർത്ഥ്യബോധമുള്ള ഒരു പാത ഒരുക്കാനാണ് ട്രംപിന്റെ പദ്ധതി. തങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് ആ പദ്ധതി എന്നതുകൂടി പറഞ്ഞുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇതിന് അംഗീകാരം കൊടുത്തിരിക്കുന്നത്. ഹമാസിനെ നിരായുധീകരിക്കും, ഗാസയെ സൈനിക മുക്തമാക്കും എന്നൊക്കെ പ്രഖ്യാപനങ്ങളും നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പദ്ധതി ഗാസയുടെ പുനർനിർമ്മാണത്തിനാണ്. ട്രംപിന്റെ അധ്യക്ഷതയിൽ ഇടക്കാല രാജ്യാന്തര സമിതി രൂപീകരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുക. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ അതിൽ അംഗമാകും. അങ്ങനെയുള്ള പദ്ധതിക്ക് എന്തായാലും ഹമാസ് വിധേയമാകുമോ ഇല്ലയോ എന്നതാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നത് പരിശോധിച്ചാൽ പലസ്തീനിലും വിദേശത്തുമുള്ള രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങൾക്കുള്ളിൽ ഹമാസ് നിരവധി കൂടിയാലോചനകൾ ഇവരുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇതിലെടുക്കേണ്ട നിലപാട് എന്നത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയുള്ള കൂടിയാലോചനകളാണ് ഹമാസിന്റെ നേതൃത്വം നടത്തിവരുന്നത്. അങ്ങനെ രാജ്യാന്തര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഒരുപാട് സങ്കീർണതകൾ ഉള്ളതാണ് ഇത്തരമൊരു തീരുമാനമെടുക്കുക എന്നത്. അതിന് അനുവദിച്ചിരിക്കുന്ന സമയം വളരെ കുറവാണ് എന്നതാണ് ഹമാസ് ചൂണ്ടിക്കാട്ടുന്നതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഹമാസിന്റെ തീരുമാനം നീണ്ടുപോയേക്കാം. അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ ഒരു തീരുമാന പ്രഖ്യാപനം ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കില്ല എന്നതാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ അവരൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതുവരെ കാക്കാൻ ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും തയ്യാറാകുമോ എന്നതുകൂടി നമ്മൾ കാത്തിരുന്ന് കാണണം. ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദം ഹമാസിന് മേലുണ്ട്. അറബ് രാഷ്ട്രങ്ങളുടെ മേലും അങ്ങനെ ഒരു സമ്മർദ്ദമുണ്ട്. അറബ് രാഷ്ട്രങ്ങളും അത്തരമൊരു സമ്മർദ്ദം ഹമാസിന് മേൽ വെൽക്കുന്നുണ്ട്. കാരണം ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് തയ്യാറെടുക്കണം. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അവസരം പ്രയോജനപ്പെടുത്തണം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഖത്തറിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു. കാരണം ഇതൊരു അവസരമാണ്. അവിടെ യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് പ്രധാനം. അതിന് വന്നിട്ടുള്ള ഒരു സാഹചര്യം അത് പ്രയോജനപ്പെടുത്തണം എല്ലാവരും എന്ന ഒരു നിർദ്ദേശമാണ് ഖത്തർ നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ക്ഷമാപണം നടത്തിയതുകൊണ്ട് തന്നെ ഖത്തറിന്റെ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അവസാനിച്ചിരിക്കുകയാണ്. ഖത്തറിൽ നടത്തിയിട്ടുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള അകൽച്ചയും ഒരു പരിധിവരെ അവസാനിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അവർ പൂർണ്ണാർത്ഥത്തിൽ തന്നെ ഈ പദ്ധതിയെ
അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹമാസ് അതിന് തയ്യാറാകണം എന്ന ഒരു കാര്യമാണ് ഖത്തർ അഭ്യർത്ഥിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഗസയിൽ നിന്ന് വരുന്ന വിവരം അവിടെ ഇസ്രയേൽ ആക്രമണം തുടരുന്നു എന്നത് തന്നെയാണ്. ഈ സമാധാന ശ്രമങ്ങളിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുമ്പോഴും ഗസയിൽ ആക്രമണം നടത്തുകയാണ്. റഫ്യൂജി ക്യാമ്പിലേക്കാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആക്രമണം നടന്നിരിക്കുന്നത്. 16 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. എന്തായാലും വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് അത്. 16 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴും ആക്രമണം തുടരുന്നു. ഈ ആക്രമണം എത്രയും വേഗം അവസാനിപ്പിക്കുക എന്നതാണ് എല്ലാവരും ലക്ഷ്യമിട്ടിരുന്നത്. അത് സാധ്യമാകണമെങ്കിൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന പദ്ധതി അംഗീകരിക്കുക, ഹമാസ് അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വരിക എന്നതാണ് വേണ്ടത്. അതുണ്ടാകുമോ ഇല്ലയോ എന്നത് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഇതാണ് നമുക്കിത് നോക്കാനുള്ള ഫോക്കസ് വാർത്തകൾ. നമ്മുടെ സമയം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.